ഹായ് ഗൈസ്, ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്ന പുതിയ സീരീസിന്റെ പേരാണ് 18 അഗൈൻ. ഇതിന്റെ വൺ ലൈനർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 34 വയസ്സുള്ള നമ്മുടെ നായകൻ അവൻ പെട്ടെന്ന് ഒരു ദിവസം 18കാരനാവുന്നു. അവന്റെ ലൈഫാണെങ്കിൽ ഭയങ്കര കഷ്ടത്തിലാണ്. പോരാത്തതിന് അവന്റെ മാരേജ് ലൈഫും അത്ര നല്ലതൊന്നുമല്ല. അവസാനം അവൻ ഇങ്ങനെ ഒരു 18കാരനാവാനുള്ള ചാൻസ് കിട്ടുന്നത് അവനവന്റെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടുത്തെ ട്വിസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ മക്കൾ പഠിക്കുന്ന സെയിം സ്കൂളിൽ തന്നെയാണ് അവൻ വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് അല്ലേ സ്റ്റോറി? വെച്ച് താമസിപ്പിക്കാണ്ട് നമുക്ക് സീരീസിലോട്ട് കടന്നാലോ. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ നായകനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ എല്ലാവരും അവനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൻ്റെ ഗേൾ ഫ്രണ്ട് അവിടേക്ക് കാണാൻ വരും. അവൾ നല്ല സങ്കടത്തിലായിരുന്നു. അവനാണെങ്കിൽ കാര്യം എന്താണെന്ന് ചോദിക്കും. എന്നാൽ അവളാണെങ്കിൽ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവസാനം അവൾ എന്തോ ഒരു സീക്രട്ട് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ഇവനാണെങ്കിൽ അതിനുശേഷം ഗെയിമിൽ നല്ലതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. എല്ലാവരും അവനെ കിടന്ന് നല്ലതുപോലെ വഴക്ക് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകനാണെങ്കിൽ ബോൾ അവിടെ ഇട്ടിട്ട് ഇവൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ പുറകെയായിട്ട് ഓടിച്ചെല്ലും. അവളാണെങ്കിൽ ഇവനെ കാണുന്നേ പറയും, നീ എന്തിനാ എൻ്റെ പുറകെ വന്നത്? ഞാൻ നിന്നെ കാണാൻ വരാൻ പാടില്ലായിരുന്നു എന്ന്. എന്നാൽ നമ്മുടെ ഹീറോ ആണെങ്കിൽ പറയും, അങ്ങനെയൊന്നുമില്ല, നീ ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നീയും നമ്മളുടെ കുഞ്ഞുങ്ങളും തന്നെയാണ് ഏറ്റവും വലുത്. ഇവിടെ നമുക്ക് മനസ്സിലാവും, അതായത് അവൻ്റെ ഗേൾ ഫ്രണ്ട് എന്താണ് അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞതെന്ന്. അതായത് അവൾ പ്രഗ്നൻ്റാ എന്ന്. അവൻ അവളെ കെട്ടിപ്പിടിക്കും. അവിടെ നമ്മളുടെ ഹീറോയുടെ വോയിസ് ഓവർ കേൾക്കാം. അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു മൂവിയോ സീരീസോ ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇത് തന്നെയായിരിക്കും എൻ്റെ സ്റ്റോറിയുടെ ഹാപ്പി എൻഡിങ് എന്ന്. എന്നാൽ ഇപ്പം നമുക്ക് കാണിക്കുന്നത് 34 വയസ്സായ നമ്മളുടെ ഹീറോയിനെയാണ്. അവനാണെങ്കിൽ കണ്ണ് തുറക്കുന്നത് പല പല കാര്യങ്ങളും ആലോചിച്ച് നോക്കും. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആ 18 വയസ്സിൽ നിന്ന് 34 ആയപ്പോൾ 18 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അവൻ്റെ ലൈഫ് അവൻ വിചാരിച്ചതുപോലെ അത്ര നല്ലതൊന്നുമല്ല. അവൻ്റെ വൈഫായിട്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അവൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്ന് മാറി അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഇവൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് കേട്ടോ. അവൻ നല്ല റിച്ചാണ്. പോരാത്തിന് അവൻ മാർവലിൻ്റെ ഭയങ്കര കട്ട ഫാനുമാണ്. ഇവനൊരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ. ഇത് കാണുന്ന നമ്മുടെ നായകൻ വിചാരിക്കും, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവൻ ദാ ഇങ്ങനെയും ആയി. എന്നിട്ട് പിന്നെ കാണിക്കുന്നേ ഇവരൊരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നതാണ്. അവിടെ നമ്മുടെ ഹീറോ പറയും, എടാ എൻ്റെ ഫാമിലി മൊത്തത്തിൽ പ്രശ്നത്തിലാണ്, ഞാൻ മിക്കവാറും ഡിവോഴ്സ് ആവുമോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഫ്രണ്ടാണെങ്കിൽ കാര്യം തിരക്കും. അവിടെ നമ്മുടെ ഹീറോയ്ക്ക് തന്നെ അറിയത്തില്ല എന്താണ് പ്രശ്നമെന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയുടെ വൈഫില്ലേ, അവളെ കാണിക്കും. അവളാണായിട്ട് ഇവിടുത്തെ മെയിൻ ലീഡ്. ഇവരാണെങ്കിൽ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയുന്നതാണ്, ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവുക എന്ന്. അവിടെ റീസൺ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മുടെ നായകനാണെങ്കിൽ നല്ലതുപോലെ കൂർക്കം വലിക്കും എന്നൊക്കെയാണ്. അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ റീസൺസാണ് ഇവിടെ പറയുന്നത്. പിന്നീട് കാണിക്കുന്ന ഹീറോയിനാണ്. അവനവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയും, എടാ എനിക്ക് തോന്നുന്നത് മിക്കവാറും എൻ്റെ പണം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവൾക്ക് എന്നെ വിലയില്ലാത്തതെന്ന്. ഞാൻ നല്ലതുപോലെ അധ്വാനിച്ച് നല്ല പണക്കാരനാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നതാണ്. അവൻ്റെ മെയിൻ ജോബ് എന്ന് പറയുന്നത് ഈ വാഷിംഗ് മെഷീനൊക്കെ റെഡിയാക്കത്തില്ലേ, മെക്കാനിക്കൽ പണി പോലത്തെ സംഭവമാണ്. അവനങ്ങനെ ആ പണിക്കൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവളാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് ഒരു ന്യൂസ് ബോർഡിലായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതായത് ന്യൂസ് റിപ്പോർട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആളിനെ എടുക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർക്ക് വരാം. ഇവിടെ ക്വാളിഫിക്കേഷനോ ഏജോ ഒന്നും മാറ്റർ അല്ല, നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഏറ്റവും വലുത് എന്ന്. അവിടെ അവളുടെ ഫ്രണ്ടാണെങ്കിൽ അവളെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും, നീ പോയത് അപ്ലൈ ചെയ്യുമെന്ന് പറയട്ടെ. എന്നാൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പറയും, ഞാൻ കുറേ നോക്കിയിട്ടുണ്ട്, ഇതിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടേക്കുക, എന്തായിരുന്നാലും നമുക്ക് നോക്കാം എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനാണ്. അവൻ എവിടെ പണിക്ക് പോയാലും അവിടെ എല്ലാം എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണും. റീസെൻ്റായിട്ട് വാഷിംഗ് മെഷീൻ റെഡിയാക്കാൻ പോയെടുത്ത് അവരാണെങ്കിൽ ഇവനെ ഓരോരോ കാര്യം പറഞ്ഞ് വഴക്ക് പറയുക. എന്നിട്ട് പറയും, നിങ്ങൾ മര്യാദയ്ക്ക് ശരിയാക്കാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരത്തില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പോകും. അവസാനം അവ എത്തുന്നത് ഒരപ്പൂപ്പൻ്റെ വീട്ടിലായിട്ടായിരുന്നു. അയാളുടെ എത്തുന്നതും അവിടെയായിട്ട് കുറച്ച് നോട്ടീസ് ഇരിക്കുന്നതാണ്, നിങ്ങൾക്കും ചെറുപ്പക്കാരനാവണോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ മനസ്സിൽ വിചാരിക്കും, ആരാ അത് ആഗ്രഹിക്കാത്തത്? എല്ലാവർക്കും അവരുടെ 18 വയസ്സെന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ടൈം തന്നെയാണ്. അങ്ങനെ അവൻ അവിടെ ഉള്ളതൊക്കെ വൃത്തിയാക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ആ അപ്പൂപ്പനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് പറയും, എനിക്ക് ഈ റേഡിയോ ഒന്ന് വൃത്തിയാക്കി തരുമോ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിൽ അതിന് റെഡിയാവും. അവൻ അവിടെ അത് നേരെയാക്കാൻ നോക്കുന്നതും അപ്പൂപ്പൻ ചോദിക്കും, നിനക്ക് എല്ലാ സാധനങ്ങളും ഇതേപോലെ നേരെയാക്കാൻ നടന്നൂടെ എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോ പറയും, ഇവിടെ എൻ്റെ സ്വന്തം ലൈഫ് നേരെയാക്കാൻ പറ്റുന്നില്ല, പിന്നല്ലേ ഞാൻ ബാക്കിയെല്ലാം നേരെയാക്കുന്നേ എന്ന്. അവിടെ അപ്പൂപ്പനാണെങ്കിൽ ഇത് കേൾക്കുന്നേ പറയും, നീ വിഷമിക്കണ്ട, അതിനെല്ലാം നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഞാൻ നിന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പൂപ്പൻ അവനാണെങ്കിൽ ഒരു ചായ ഒഴിച്ചു കൊടുക്കും. എന്നാൽ നമ്മുടെ ഹീറോ പറയും, അതൊന്നും സാരമില്ല, ഞാൻ എൻ്റെ ലൈഫ് മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഹീറോയ്ക്ക് അവൻ്റെ കുട്ടികളുടെ അടുത്തുനിന്ന് കോൾ വരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവരൊരു റെസ്റ്റോറൻറ്റിൽ വരും. നമ്മുടെ ഹീറോയിനെ സംബന്ധിച്ച് നോർമലായിട്ടുള്ള ഫുഡ് പോലും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ അവന് 2 കുട്ടികളുണ്ട്, രണ്ടുപേരും ടെൻസാണ്. അവരുടെ അടുത്തിരുന്ന് ഇവൻ കാര്യം പറയും, അവൻ്റെ മോളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ് കേട്ടോ, അവൾക്ക് നല്ലതുപോലെ ജീവിക്കണം, നല്ലതുപോലെ ക്യാഷ് ചിലവാക്കണം എന്നൊക്കെയാണ്. അവൾ പറയും, അച്ഛന് നല്ലൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ സർജറി ചെയ്താനെ, എൻ്റെ
മൂക്ക് അത്ര നേരെയല്ല എന്ന് ഇവളുടെ അച്ഛൻ അവളെ ഉപദേശിക്കും. അതായത് നീ ഈ സമയത്ത് നന്നായി പഠിക്കുക വേണ്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലെ ഇങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുക എന്ന്. നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോൻ്റെ അടുത്ത് ചോദിക്കും, മോനെ നിനക്ക് ആഗ്രഹമൊന്നുമില്ലേ, നിന്റെ പ്രായത്തിൽ ഞാൻ ഭയങ്കര ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ ആയിരുന്നു. അപ്പോൾ അവൻ്റെ മോൻ പറയും, ഇല്ല എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നതും അവൻ്റെ അച്ഛൻ പറയും, എങ്കിൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇവർ ഓരോരോ കാര്യങ്ങൾ സംസാരിക്കും. നമ്മുടെ ഹീറോ പറയും, ഞാൻ നല്ലൊരു ജോലി അപ്ലൈ ചെയ്യാൻ പോവുകയാണ്, എനിക്ക് ഉടനെ എന്നെ പ്രൊമോഷൻ കിട്ടും എന്നൊക്കെ. ഇത് കേൾക്കുന്നേയും നമ്മുടെ ഹീറോയുടെ മോള് പറയും, അച്ഛൻ സൂപ്പറാന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞ് അവനെ നന്നായിട്ട് പോകും. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ മോക്ക് ഒരു 500 രൂപ എടുത്തങ്ങ് കൊടുക്കും. പെട്ടെന്ന് തന്നെ അവളുടെ ഫ്രണ്ട് വരുന്നേ അവൾ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ ജോലി സ്ഥലത്ത് വരുന്നതാണ്. അവിടെ എല്ലാവരും അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവരും പറയുന്നത് നിനക്ക് തന്നെയായിരിക്കും പ്രൊമോഷൻ എന്നൊക്കെയാണ്. അവിടെ നമ്മുടെ ഹീറോയും ഭയങ്കര ഹാപ്പിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടുത്തെ മാനേജർ വന്നിട്ട് അനൗൺസ് ചെയ്യും, അതായത് നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട് എന്ന്. എന്നാൽ നമ്മുടെ ഹീറോയ്ക്കല്ല, പകരം അവനെക്കാട്ടി എക്സ്പീരിയൻസ് പറഞ്ഞ ഒരു സ്റ്റാഫിൻ്റെ അടുത്ത്. ഇത് കാണുന്നേ നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവും. അവനാണെങ്കിൽ വിചാരിക്കും, എന്നാലും എൻ്റെ അടുത്ത് ഇയാൾ ഇങ്ങനെ കാണിച്ചല്ലോ എന്ന്. ഇവൻ 15 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുവാന്നേ. അങ്ങനെ അവനാണെങ്കിൽ ആ മാനേജറിൻ്റെ അടുത്ത് സംസാരിക്കുന്ന അയാൾ പറയും, നിനക്ക് ഞാൻ ട്രാൻസ്ഫറാണ് ഇട്ടേക്കുന്നേ എന്ന്. അവനാണെങ്കിൽ പറയും, എൻ്റെ ഫാമിലി ഇപ്പോൾ ഭയങ്കര കഷ്ടത്തിലാണ്, എന്നെ സംബന്ധിച്ച് ഈ ജോലി ഭയങ്കര വലുതാ, എൻ്റെ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുക എന്നൊക്കെ. എന്നാൽ ഇതൊക്കെ കേൾക്കുന്ന ആ മാനേജർ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അതേപോലെ തന്നെ അയാൾ അകത്തോട്ട് കയറി വരും. എന്നിട്ട് എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയിനെ നല്ലതുപോലെ ഇൻസൾട്ട് ചെയ്യും. നിനക്കാണെങ്കിൽ ഒരു ഡിഗ്രിയും ഇല്ല, പിന്നെ ഞാൻ എന്തിൻ്റെ ബേസിസിലാണ് നിനക്ക് പ്രൊമോഷൻ തരേണ്ടത്, നിൻ്റെ കൂടെ ഇറങ്ങി വന്ന നിൻ്റെ ഭാര്യ ഒരു മണ്ടി തന്നെയാ എന്നൊക്കെ. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് സഹിക്കുമോ? അവൻ ആ സ്പോട്ടിൽ തന്നെ ആ മാനേജറിൻ്റെ മുഖത്തിട്ട് ഒരു ഇടി അങ്ങ് വെച്ച് കൊടുക്കും. എന്നിട്ട് അവൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് അങ്ങ് ഇറങ്ങും. പിന്നീട് കാണിക്കുന്ന ഇവനാണെങ്കിൽ അവൻ്റെ വീടിൻ്റെ മുമ്പിലായിട്ട് കാത്തു നിൽക്കുന്നതാണ്. അതിലെ അവൻ്റെ വൈഫ് ഇങ്ങനെ നടന്നു പോകും. ഇവളാണെങ്കിൽ ഇവനെ കണ്ടിട്ട് വലിയ മൈൻഡൊന്നും ആക്കത്തില്ല. നമ്മുടെ ഹീറോ വന്നിട്ട് പറയും, നീ എന്നെ ഇങ്ങനെ അവോയ്ഡ് ചെയ്യല്ലേ, ഞാൻ എന്തെങ്കിലും നിൻ്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ സോറി ചോദിക്കാം, നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഡിവോഴ്സ് തരരുത് എന്നൊക്കെ നമ്മുടെ ഹീറോ അവിടെ പറയാം. എന്നാൽ ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഈ ഹീറോയിനാണെങ്കിൽ വലിയ മൈൻഡൊന്നും ആകത്തില്ല. അവൾ അകത്തോട്ട് കയറി അങ്ങ് പോകും. ഇവിടെ രണ്ടുപേർക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൾ വീട്ടിൽ വന്നിട്ട് നോക്കുന്നേയും അവിടെ കുറേ ഫോട്ടോസ് കാണും. ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്ത ഓരോരോ മെമ്മറീസ് അവൾക്കിങ്ങനെ ഓർമ്മ വരും. പെട്ടെന്ന് തന്നെ അവൾ താഴോട്ട് ഇറങ്ങി വന്ന് അവളുടെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്. എന്നാൽ അവിടെ എങ്ങും അവനെ കാണത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നേ നമ്മുടെ ഹീറോ ആണെങ്കിൽ നേരെ അവൻ്റെ പഠിച്ച സ്കൂളിലായിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ ബാസ്കറ്റ്ബോളിൻ്റെ ആ ഒരു കോർട്ട് കാണുന്നത് അവന് പഴയ ഓർമ്മകളൊക്കെ വരും. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോ ആയിരിക്കും. ഇവനാണെങ്കിൽ നമ്മളുടെ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തതും ഇതേ കോർട്ടിൽ വെച്ചിട്ടായിരുന്നു. അവൻ കുറച്ച് ദൂരെ മാറി എന്നിട്ട് അവളുടെ അടുത്ത് പറയും, ഞാൻ ഈ ബോള് കറക്റ്റായിട്ട് ആ ബാസ്കറ്റിൽ എറിയുവാണെങ്കിൽ നീ എൻ്റെ ലവ് അക്സെപ്റ്റ് ചെയ്യണം എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ കറക്റ്റായിട്ട് ആ ബോള് ബാസ്കറ്റിലായിട്ട് എറിയും. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ഇപ്പോൾ പ്രസന്റ് ടൈമിലും വിചാരിക്കും, എനിക്ക് വീണ്ടും ഇതേപോലെ തന്നെ ബോൾ ദൂരെ നിന്നിട്ട് എറിയാൻ പറ്റുമെന്ന്. അവനിവിടെ വിചാരിക്കുന്നത് തന്നെ, ഇത്തവണയും ഞാൻ ആ ബോൾ കറക്റ്റായിട്ട് ബാസ്കറ്റിൽ എറിയുവാണെങ്കിൽ എനിക്ക് വീണ്ടും പഴയ കാലഘട്ടത്തിലോട്ട് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ അവൻ ഒരുപാട് ട്രൈ ചെയ്യും. എന്നാൽ ഒരു ബോൾ പോലും കറക്റ്റായിട്ട് ആ ബാസ്കറ്റിൽ വീഴത്തില്ല. അവസാനം അവനത് എറിയുന്നതും അവിടെയായിട്ട് നമുക്ക് കാണിക്കും. അതായത് സൂര്യഗ്രഹണം നടക്കുന്നതും ഇടിമിന്നൽ വരുന്നതൊക്കെ. പെട്ടെന്ന് തന്നെ അവിടെ എന്താ സംഭവിക്കുന്നത് മനസ്സിലാവത്തില്ല. അവിടുത്തെ കറണ്ടും പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവൻ വിചാരിക്കും, ഞാനിപ്പോൾ എറിഞ്ഞ ബോൾ കറക്റ്റായിട്ട് ആ ബാസ്കറ്റിൽ വീണോ ഇല്ലയോ എന്ന്. അതേസമയം തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി വരും. ഇത് കാണുന്നത് അവൻ അവിടെ നിന്ന് ഓടിപ്പോവും. ഇവൻ്റെ ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ കാണുന്നേ നമുക്ക് മനസ്സിലാവും. അതായത് അവനിപ്പോൾ എന്തോ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ഡയറക്റ്റ് വരുന്നത് ഒരു സ്റ്റോറിലായിട്ടാണ്. അവൻ അവിടെ വന്നിട്ട് ഒരു ബിയറിൻ്റെ ബോട്ടിൽ എടുത്തിട്ട് അത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവിടെ വരുന്നത് അവിടെ നിൽക്കുന്ന സ്റ്റാഫ് അവൻ്റെ അടുത്ത് ID കാർഡ് ചോദിക്കും. ഇവിടുത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഡ്രിങ്ക്സ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവരെടുത്ത് ID കാർഡ് ചോദിക്കുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അവൻ ഇവിടെ മനസ്സിലായിട്ടേ ഇല്ല അവൻ്റെ ലുക്കിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്ന്. അവൻ തല പോക്കി നോക്കുമ്പോൾ എന്തോ അവിടെ കാഷ്വലായിട്ട് നിൽക്കുന്നത് അവൻ്റെ മോള് തന്നെയാണ്. പെട്ടെന്ന് തന്നെ അവൻ ചോദിക്കും, നീ ഇവിടെ എന്തെടുക്കുക, നീ ഇപ്പോൾ പഠിക്കേണ്ട സമയമല്ലേ എന്ന്. എന്നാൽ ഇവക്കൊന്നും മനസ്സിലാവത്തില്ല. അവൾക്കാണെങ്കിൽ ഇവനെ കണ്ടിട്ട് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു. ഇവളെ സംബന്ധിച്ച് ഇവൻ്റെ ഒരു സ്ട്രേഞ്ചർ അല്ലേ. അവൾ ചോദിക്കും, നിങ്ങൾ എന്തോ ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന്. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്തിനാ എൻ്റെ അടുത്ത് ID കാർഡ് ചോദിക്കുന്നത്, നിനക്ക് എന്താ എന്നെ മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. പെട്ടെന്ന് തന്നെ ആ സ്റ്റോറിൻ്റെ ഓണർ വരും. അവർ വന്നിട്ട് ചോദിക്കും, ഇയാളെ നിനക്ക് അറിയാവോ എന്ന്. എന്നാൽ നമ്മളുടെ ആ മോള് പറയും, എനിക്ക് ഇയാളെ അറിയത്തില്ല എന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ ഇവളുടെ അച്ഛനാ എന്ന്. ഇത് കേൾക്കുന്ന എല്ലാവരും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോവും. അവരെല്ലാവരും ഇവനെ ഇങ്ങനെ നല്ലതുപോലെ നോക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ അവിടുത്തെ ആ ഒരു ഗ്ലാസ്സിൽ കാണുന്നേ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫേസ് ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അവനിപ്പോൾ ഒരു 18കാരനെ പോലെ ആയിരിക്കുന്നത്. ഇവൻ ഭയങ്കരമായിട്ട് ഷോക്കായതുകൊണ്ട് തന്നെ വേഗം തന്നെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങും. അവൻ നേരെ വരുന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തായിട്ടാണ്. എന്നിട്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിളിക്കും. അപ്പോൾ അവൻ വന്നിട്ട് ചോദിക്കും, ആരാടാ നീ, എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ എന്ന്. എന്നാൽ
ഇവൻ പറയും എടാ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാ ഇവന്റെ ഫ്രണ്ട് ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ റെഡി ആയിരുന്നില്ല. അവന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്തിട്ട് നമ്മുടെ ഈ ഹീറോയുടെ ദേഹത്തായിട്ട് എറിയാനായിട്ട് തുടങ്ങും. അവസാനം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഇവിടെ ബോധം കെട്ടങ്ങ് വീഴും. നമ്മളുടെ ഈ ഫ്രണ്ട് ആണെങ്കിൽ വന്നിട്ട് അവന്റെ പഴയ ഫോട്ടോ എടുത്ത് കാണിക്കും. അതായത് എടാ നോക്കടാ ഇതാണ് എന്റെ ഫ്രണ്ട് എന്ന്. പെട്ടെന്ന് തന്നെ ആ ഫോട്ടോയ്ക്കകത്ത് എന്തുവാ ഇവന്റെ ഫ്രണ്ടും ഇവനും കൂടി ഇരിക്കുന്ന 18 വയസ്സിലെ ഫോട്ടോയാണ്. രണ്ടുപേരും ഒരേപോലെ തന്നെ ഇരിക്കുന്നത്. ഇത് കാണുന്നേ നമ്മുടെ ഈ ഫ്രണ്ട് ഭയങ്കരമായിട്ടങ്ങ് ഷോക്കായി പോകും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരാൻ നേരത്ത് ഇവൻ വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എടാ യഥാർത്ഥത്തിൽ എങ്ങനെയാ സംഭവിച്ചത്, നിനക്ക് എന്തായിരുന്നാലും നല്ലൊരു വരം തന്നെയല്ലേ കിട്ടിയേക്കുന്നത്, നീ എന്തു പറ്റി ക്യാപ്റ്റൻ അമേരിക്കനെ പോലെ എന്തെങ്കിലും പരിപാടി ഒപ്പിച്ചു വെച്ചോ. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഹീറോ പറയും എടാ എന്താ സംഭവിച്ചെന്ന് എനിക്കും അറിയത്തില്ല, ഞാൻ നമ്മുടെ സ്കൂളിന്റെ ആ ബാസ്കറ്റ് ബോളിന്റെ കോർട്ടില്ലേ അവിടെ പോയിട്ട് 2-3 ബോൾ എറിഞ്ഞത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരോട് ആ ബാസ്കറ്റ് ബോളിന്റെ കോർട്ടിലായിട്ട് വരും. ഇവന്റെ ഫ്രണ്ടും കുറച്ച് ബാളെടുത്ത് എറിയാനൊക്കെ നോക്കും. എന്നാൽ അതൊന്നും വർക്കൗട്ട് ആവത്തില്ല. അവൻ പറയും എന്തൊക്കെയായിരുന്നാലും നിനക്കിപ്പോൾ കിട്ടിയത് നല്ലൊരു ചാൻസ് തന്നെ, നീ ഈ ചാൻസിനെ എങ്ങനെയാ യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയ്ക്കൊന്നും മനസ്സിലാവത്തില്ല. അവനിരുന്ന് ആലോചിക്കും അവനവൻ്റെ 18ാമത്തെ വയസ്സിൽ എന്താണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്ന്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവന് ബാസ്കറ്റ് ബോളിൽ നല്ലൊരു പ്ലെയർ ആവണം എന്നായിരുന്നു. അവനാണെങ്കിൽ ട്രോഫി വാങ്ങിക്കുന്നതും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് ഡ്രീം ചെയ്യാൻ തുടങ്ങും. അവൻ പറയും എടാ നീ എൻ്റെ അച്ഛനാവൂ, എനിക്കാണെങ്കിൽ ഒരിക്കൽ കൂടെ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്നും പറഞ്ഞിട്ട് അവനവൻ്റെ ആഗ്രഹം പറയും. ഇത് കേൾക്കുന്നേ അവൻ്റെ ഫ്രണ്ട് അവനെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഹീറോ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ടിപ്പ് ടോപ്പ് ആവും. ഇത് കാണുന്നേ അവൻ്റെ ഫ്രണ്ട് പറയും നിന്നെ കണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികളെ പോലെ ഇരിക്കുന്നേ എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയുടെ വൈഫിനെ കാണിക്കും. അവരാണെങ്കിൽ ഇപ്പോൾ കോർട്ടിലായിട്ട് ഇരിക്കുമായിരുന്നു. അതായത് ഇവർ ഡിവോഴ്സ് ചെയ്യാൻ പോവുമല്ലേ, അതിന്റെ ഫസ്റ്റ് ഹിയറിങ്ങിന് വേണ്ടിയിട്ട്. അവിടെ നമ്മുടെ ഹീറോ വരത്തില്ല. ഇവരാണെങ്കിൽ നമ്മളുടെ ഹീറോയ്ക്ക് ഒരുപാട് മെസ്സേജും കോളും ഒക്കെ ചെയ്യും. എന്നാൽ ഇവനാണെങ്കിൽ അതൊന്നും അറ്റൻഡ് ചെയ്യത്തില്ല. അവസാനം അവനാണെങ്കിൽ കോളും മെസ്സേജൊക്കെ കാണുന്നതിന് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയായിരുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിന് ഇവനോട് ചോദിക്കും നിങ്ങൾ എന്താ ഇന്ന് കോർട്ടിൽ വരാനേ എന്ന്. ഉടനെ തന്നെ അവൻ മെസ്സേജ് അയച്ചിട്ട് പറയും അതെനിക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ അവൻ്റെ വൈഫ് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അതേസമയം തന്നെ ഇവരാണെങ്കിൽ ഒരു ആങ്കറിങ്ങിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നോ, JBC കമ്പനിയിൽ അവർ അറ്റൻഡ് ചെയ്ത്. അവിടെ നിന്ന് മെസ്സേജ് വരും, അതായത് നിങ്ങൾ റിട്ടേൺ എക്സാം പാസ്സായി ഫൈനൽ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കോള് വന്നിരിക്കുക എന്ന്. ഇത് വായിക്കുന്നേ നമ്മുടെ ഹീറോയിന് ഭയങ്കര സന്തോഷവും. അവരവിടെ കിടന്ന് തുള്ളി ചാടാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിനെയും കൂട്ടി അവന്റെ വീടിന്റെ മുമ്പിലായിട്ട് തന്നെ വരുന്നതാണ്. അവിടെ അവൻ മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതേസമയം തന്നെ അതിലെ നമ്മുടെ ഹീറോയിൻ നടന്നു വരും. അവളാണെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഹീറോ ഭയങ്കര ഡെസ്പായി പോവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനുമായിട്ട് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചിട്ട് അവൾ ഇത്രയ്ക്കും ഹാപ്പി ആണല്ലോ എന്ന് ആലോചിച്ച്. ഉടനെ തന്നെ അവന്റെ ഫ്രണ്ട് പറയും എടാ ഞാൻ നിന്റെ അടുത്ത് ആദ്യമേ പറഞ്ഞല്ലേ ഇവക്ക് മിക്കവാറും വേറെ വല്ല അഫെയറും കാണും, അതുകൊണ്ട് അവൾ ഇത്ര സന്തോഷിക്കുന്നേ എന്ന്. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ആണെങ്കിൽ ഹീറോയിനെ കളിയായിക്കൊണ്ടിരിക്കുന്നതും ഹീറോയിൻ ആണെങ്കിൽ വീട്ടിലോട്ട് കയറി അങ്ങ് പോകും. അവൾക്ക് യഥാർത്ഥത്തിൽ അവനെ നല്ലതുപോലെ മിസ് ചെയ്യുന്നുണ്ട്. അവൾ അങ്ങനെ പെട്ടെന്ന് തന്നെ അവനെ പറ്റി ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസം നമ്മുടെ ഹീറോയും അതേപോലെ തന്നെ അവന്റെ ഫ്രണ്ടോട് ചേർന്നിട്ട് സ്കൂളിൽ ചേരാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവിടെയാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളിനെ കാണുന്നത് നമ്മുടെ ഫ്രണ്ട് പെട്ടെന്ന് തന്നെ ഭയങ്കര ഫ്ലാറ്റ് ആയി പോകും. അവൻ വിചാരിക്കും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ് എന്ന്. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരോട് ചേർന്നിട്ട് നമ്മുടെ ഹീറോയുടെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കും. പ്രിൻസിപ്പൾ ആണെങ്കിൽ ചോദിക്കും എന്തു പറ്റി നീ ഇത്ര ലേറ്റ് ആയിട്ട് ഈ സ്കൂളിൽ ചേരാൻ വന്നത് എന്ന്. അവിടെ നമ്മുടെ ഫ്രണ്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് വരുന്നത് ഇവൻ പറയും അയ്യോ വേണ്ട ഞാൻ തന്നെ പറഞ്ഞോളാന്നും പറഞ്ഞിട്ട് അവൻ പറയാൻ തുടങ്ങും ഞാൻ എൻ്റെ ലൈഫിന്റെ തന്നെ ഒരു പകുതി ഭാഗം നഷ്ടപ്പെടുത്തിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്കത് ഒന്നുകൂടി എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്, അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ കോളേജിൽ വീണ്ടും ജോയിൻ ചെയ്യാമെന്ന് വെച്ചേന്ന്. ഇത് കേൾക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൾ ഭയങ്കര ഫ്ലാറ്റ് ആവും. അവരാണെങ്കിൽ പറയും നാളെ തൊട്ട് നീ ജോയിൻ ചെയ്തോ എന്ന്. ഇവിടെ സത്യത്തിൽ നമ്മുടെ ഹീറോ അവന്റെ പേരൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അവന്റെ ഫുൾ ഐഡന്റിറ്റി മാറ്റിയിട്ടാണ് അവനിപ്പോൾ ഈ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ തന്നെ വന്നേക്കുന്നത്. അവിടെയായിട്ട് ഈ പ്രിൻസിപ്പൾ നമ്മുടെ ഹീറോയ്ക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കും. എന്നാൽ നമ്മുടെ ഈ ഫ്രണ്ടില്ലേ അവനാണെങ്കിൽ പ്രിൻസിപ്പളിനെ നോക്കിയിട്ട് പറയും എനിക്കും വേണമെന്നും പറഞ്ഞിട്ട് അവൻ ഇവരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവന്റെ ഫ്രണ്ടിനെ വിളിച്ചോണ്ട് അങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോയിനെയാണ്. അവരാണെങ്കിൽ അവരുടെ മോനുമായിട്ട് ഇപ്പോൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമായിരുന്നു. ഇന്നാണ് അവരുടെ ഇന്റർവ്യൂവിനുള്ള ഡേറ്റ്. അവരവിടെ അവരുടെ മോനെടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ബസ്സിലായിട്ട് ഒരു പ്രഗ്നന്റ് ലേഡി കയറി വരും. അവരവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ എന്താ അവരുടെ സീറ്റിലായിട്ട് ഒരു പ്രായമുള്ള ഒരാൾ ഇരിക്കുവാണ്. അയാളുടെ അടുത്ത് എഴുന്നേക്കാൻ പറയുന്നത് അയാൾ എഴുന്നേക്കാൻ റെഡി ആവത്തില്ല. അവിടെയായിട്ട് നമ്മുടെ ഹീറോ കയറി വരും. അവനാണെങ്കിൽ എല്ലാവരും മുന്നിൽ വെച്ച് ഇയാളെ നല്ലതുപോലെ നാണം കെടുത്തും. ഓ അയാളും പ്രഗ്നന്റ് അല്ലേ, അയാൾക്ക് ജനിക്കാൻ പോകുന്നത് മിക്കവാറും പെൺകുഞ്ഞായിരിക്കും എന്നും പറഞ്ഞിട്ട്. ഇത് കേൾക്കുന്നേ അയാൾ ഭയങ്കര ഇൻസൾട്ടായിട്ട് വേഗം തന്നെ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി എങ്ങ് പോകും. യഥാർത്ഥത്തിൽ ഇതൊക്കെ നമ്മളുടെ ഹീറോയിനും കാണുന്നുണ്ട്. അവർക്ക് എന്നാൽ ഈ പറയുന്ന ചെറുക്കൻ്റെ ഫേസ് മാത്രം നല്ല ക്ലിയർ ആവത്തില്ല. അപ്പൊ അവർ വിചാരിക്കും എന്തായിരുന്നാലും നല്ലൊരു പയ്യനാ എന്ന്. അങ്ങനെ നമ്മുടെ ഹീറോ ആണെങ്കിൽ സ്കൂളിൽ എത്തുന്നതും അവിടെയായിട്ട് സ്റ്റോപ്പിൽ ഇറങ്ങും. അതേപോലെ തന്നെ ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്.
നമ്മുടെ ഹീറോ പഠിക്കുന്ന അതേ സ്കൂളിൽ തന്നെയാണ് അവന്റെ 2 മക്കളും പഠിക്കുന്നത്. മെയിനായിട്ടും നമ്മളുടെ ഹീറോ ഏത് ക്ലാസ്സിലാണോ ജോയിൻ ചെയ്യുന്നത് അതേ ക്ലാസ്സിൽ തന്നെയാണ് അവന്റെ മോളും ഉള്ളത്. അതേപോലെ തന്നെ കാണിക്കും നമ്മുടെ ഹീറോയിൻ ഇല്ലേ, അവരാണെങ്കിൽ ഇപ്പൊ ബസ് ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുവാണ്. അവിടെ നമ്മളുടെ ഹീറോയുടെ പുറകോഷം കാണുന്ന അവർ വിചാരിക്കും ഇവനെ എനിക്ക് കണ്ട് നല്ല പരിചയം ഉണ്ടല്ലോ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇതേ ബസ്സിലുണ്ടായിരുന്ന ഒരു പെങ്കൊച്ച് ആ ക്ലാസ്സിലായിട്ട് വന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഇവിടെ നമ്മളുടെ ഹീറോയുടെ മോളാണെങ്കിൽ നല്ല ഉറക്കമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ക്ലാസ്സിലായിട്ട് എൻ്റർ ആവും. ഇത് കാണുന്ന എല്ലാ പെൺപിള്ളേരും ഇവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ ക്ലാസ് ടീച്ചറും വരും. അവരാണെങ്കിൽ വന്നിട്ട് നമ്മുടെ ഹീറോയ്ക്ക് നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കും. ഇവനാണ് ഇവിടുത്തെ പുതിയ സ്റ്റുഡന്റ്, നിങ്ങൾ എല്ലാവരും ഇവനുമായിട്ട് നല്ലതുപോലെ മിങ്കിൾ ആവണോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മളുടെ പെങ്കൊച്ചാണെങ്കിൽ കണ്ണു തുറന്ന് നോക്കുന്നതും അവള് ഭയങ്കരമായിട്ട് ഷോക്കായി പോവും. അവള് വേഗം തന്നെ എഴുന്നേറ്റിട്ട് ചോദിക്കും ഈ പ്രാന്തനാണോ ഇവിടെ ജോയിൻ ചെയ്തത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ ക്ലാസ് ടീച്ചർ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവർ ചോദിക്കും നിനക്ക് എന്തോ പറ്റിയെന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ പെങ്കൊച്ചാണെങ്കിൽ ഒന്നും മിണ്ടാണ്ടങ്ങി ഇരിക്കും. അവിടെയായിട്ട് നമ്മുടെ ഹീറോ അവന്റെ പേരൊക്കെ ചേഞ്ച് ആക്കിയല്ലേ പറയുന്നത്. അവനങ്ങനെ സീറ്റിലായിട്ട് വന്നിരിക്കുന്നേ അവിടെയായിട്ട് ഒരു ചെറുക്കനെ കാണിക്കും. അവൻ ആ ക്ലാസ്സിന്റെ തന്നെ ലീഡർ ആണെന്നാ തോന്നുന്നത്. ഇവനെ കാണുന്ന നമ്മുടെ ഹീറോ പറയും എടാ മോനെ നീ അങ്ങ് വലുതായല്ലോ എന്ന്. എന്റെ സിയോയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നീ. ഇത് കേൾക്കുന്നേ അവൻ ഭയങ്കരമായിട്ട് അങ്ങ് ഞെട്ടിപ്പോയായിരുന്നു. അവൻ ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാവോ? എന്നിട്ട് ചോദിക്കും അല്ല നിങ്ങളിപ്പോ പറഞ്ഞത് എന്റെ സിയോ എന്നല്ലേ. അപ്പൊ നമ്മുടെ ഹീറോ പറയാം അത് ഞാനും അവളും കുഞ്ഞിലെ തൊട്ട് ഒരുമിച്ച് പഠിച്ചതാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന്. അങ്ങനെ അവനാണെങ്കിൽ ഇവന്റെ കൂടെ കൈയൊക്കെ കൊടുത്തിട്ട് പറയും നമുക്ക് രണ്ടുപേർക്കും ഇനി ഫ്രണ്ട്സ് ആയിട്ടിരിക്കാന്ന്. അങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കാൻ നേരത്തെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോയ്ക്ക് കോള് വരും. എവിടുന്നാന്ന് വെച്ചാൽ ഹീറോയിന്റെ അടുത്ത് നിന്നാ. വേഗം തന്നെ അവൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇത് കാണുന്ന അവിടുത്തെ പിള്ളേരെല്ലാരും ഭയങ്കരമായിട്ട് ചിരിക്കാൻ തുടങ്ങും. എന്താന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചർ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരുന്നേ ഇവ വാഷ്റൂം പോകണമെന്നും പറഞ്ഞാൽ ഇറങ്ങിയിരിക്കുന്നേ. അവനങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹീറോയിൻ ചോദിക്കും നിങ്ങൾ ഇന്നും എന്തുകൊണ്ടാ കോർട്ടിൽ വരാനേന്ന്. അവിടെ അവൻ പറയും എനിക്ക് അർജന്റായിട്ട് ബൂസാൻ വരെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഈ ഹീറോയിൻ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളെ പറ്റി ഒരു ചിന്തയും ഇല്ലല്ലോ, നിങ്ങൾ അവരെ പറ്റി കെയർ ചെയ്യുന്നുമില്ല. ഉടനെ തന്നെ നമ്മുടെ ഹീറോ പറയും നീ വിചാരിക്കുന്നതിനപ്പുറം ഞാൻ അവരെ പറ്റി കെയർ ചെയ്യുന്നുണ്ട്, ഞാൻ അവരെ അടുത്തിരുന്ന് തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ വാഷ്റൂമിലായിട്ട് വരുന്നതാണ്. അവിടെ ആരെയോ ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. അവനങ്ങനെ ആ ഡോർ ഓപ്പൺ ചെയ്യുന്നതും അതിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുന്ന വേറെ ആരുമല്ല നമ്മുടെ ഹീറോയുടെ മോൻ തന്നെയാണ്. ഇവനെ കാണുന്നത് ഹീറോ ചോദിക്കും ആരാടാ നിന്റെ അടുത്ത് ഇങ്ങനെ ചെയ്തത്, ഞാൻ അവരെ വെറുതെ വിടത്തില്ല എന്ന്. എന്നാൽ ഇത് കാണുന്നത് നമ്മുടെ ആ ചെറുക്കൻ ചോദിക്കും അല്ല നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ എൻ്റെ അടുത്ത് ഇത്ര കെയറിങ് കാണിക്കുന്നേ എന്ന്. ഉടനെ തന്നെ നമ്മുടെ ഹീറോ പറയും ഞാൻ നിന്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മോനാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ആ മോൻ ചോദിക്കും അതിന് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ട് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ ഹീറോ പറയും എന്നാലും ഞാൻ തന്നെയാണ് അയാളുടെ മോൻ എന്ന്. എന്നിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ അവൻ്റെ അടുത്ത് ചോദിക്കും നീ ഇവിടെ സത്യം പറഞ്ഞോണം, നിന്റെ അടുത്ത് ആരാ ഇങ്ങനെ ചെയ്തത് എന്ന്. എന്നാൽ നമ്മുടെ മോനാണെങ്കിൽ അവിടെ ഒന്നും പറയാൻ റെഡി ആവത്തില്ല. അവൻ പറയും നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടാണ്ടിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ, എൻ്റെ അടുത്തൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞാൽ അവൻ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹീറോ ആണെങ്കിൽ എല്ലാവരും ഫുഡ് കഴിക്കുന്ന സ്ഥലത്തായിട്ട് വരുന്നതാണ്. അവിടെ അവൻ്റെ മോനിരുന്ന് ഫുഡ് കഴിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ഹീറോയും വന്നിരിക്കും. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് ആ സ്കൂളിൽ തന്നെ നല്ലൊരു ഫേമസ് ആയിട്ടുള്ള ഗ്യാങ് നടന്നു വരും. അവനാണെങ്കിൽ ഒരുമാതിരി വില്ലനെ പോലെയാണ് കേട്ടോ. ഇത് വേറെ ആരുമില്ല നമ്മുടെ ട്രിബ്യൂട്ടിലെ സിയോജിൻ തന്നെയാണ്. അവനാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ ബോളും വെച്ചിട്ട് നമ്മുടെ ഈ മോനില്ലേ അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ കയറി ഇടപെടും. എന്നിട്ട് അവന്റെ പേര് ഉറക്കം വിളിച്ചിട്ട് പറയും നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വാടാ എന്ന്. ഇത് കേൾക്കുന്നത് ആ വില്ലൻ ചെറുക്കനാണെങ്കിൽ നമ്മുടെ ഹീറോയുടെ നേരെയായിട്ട് ബോൾ എടുത്ത് എറിയാൻ വേണ്ടിയിട്ട് ഒരുങ്ങും. ഇവനാണെങ്കിൽ വലിയൊരു ബാസ്കറ്റ് ബോൾ പ്ലെയർ അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ നല്ല കിടിലമായിട്ട് ആ ബോൾ പിടിക്കും. ഇത് കാണുന്നത് എല്ലാവരും ഭയങ്കര ഷോക്കായിരുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ ഭയങ്കര സ്റ്റൈലില് ആ വില്ലനായിട്ടുള്ള ചെറുക്കനില്ലേ അവന്റെ ദേഹത്തായിട്ട് ബോൾ എറിയാൻ വേണ്ടിയിട്ട് ആക്ഷൻ കാണിക്കും. ഇത് കാണുന്ന അവൻ ഭയങ്കരമായിട്ടും പേടിച്ചു പോവും. എല്ലാവരും ഇവനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. പിന്നീട് നമുക്ക് കാണിക്കുന്ന ഒരു ഫ്ലാഷ് ബാക്ക് സീനാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹീറോയും അറിഞ്ഞില്ലേ ഇവർ പ്രഗ്നന്റ് ആണ് എന്ന്. അങ്ങനെ അവളുടെ വീട്ടിൽ വന്ന് പറയുന്നതും അവളുടെ അമ്മ ഇവളുടെ അടുത്ത് പറയും മോളെ നിനക്ക് ട്വിൻസ് ആണ്, നീ ഇതുമായിട്ട് മുമ്പോട്ട് പോകരുത്, നീ ഈ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്ത് കളാ എന്ന്. എന്നാൽ ഇത് കേൾക്കുന്നേ നമ്മുടെ ഹീറോയിനെ അതിന് സമ്മതിക്കത്തില്ല. അവൾ അങ്ങനെ നേരെ വന്നിട്ട് നമ്മുടെ ഹീറോ എടുത്ത് കാര്യം പറയും. അവനും അവളുടെ അടുത്ത് പറയും നമുക്ക് ഈ കുഞ്ഞുങ്ങൾ വേണോ, നമുക്ക് ഇതിനെ എങ്ങ് അബോർട്ട് ചെയ്ത് കളഞ്ഞാൽ പോരെ എന്ന്. ഇത് കേൾക്കുന്നത് അവൾ അവിടെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. എന്നിട്ട് അവള് പറയും നിനക്ക് ഈ കുഞ്ഞുങ്ങളെ വേണ്ടെങ്കിൽ നീ നിന്റെ ലൈഫ് എങ്ങനെയാന്ന് വെച്ചാൽ പോയി ജീവിച്ചോ, എനിക്ക് ഈ കുഞ്ഞുങ്ങളെ വേണം, ഞാൻ ഇതിനെ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കരഞ്ഞിട്ടങ്ങ് പോവും. അതേസമയം തന്നെ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ കാണിക്കും അവന്റെ അച്ഛന് ഇവനെ നല്ലതുപോലെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്. നിനക്കൊരിക്കലും അവളുമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, നീ ആ കുഞ്ഞുങ്ങളെ അബോർട്ട് ചെയ്യാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം
എന്ന്. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഹീറോയ്ക്ക് ഭയങ്കര സങ്കടമാവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഈ ഹീറോയിനാണെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ട് വരുന്നതാ. അവിടെ ചെക്കപ്പ് ചെയ്യുമ്പോൾ എന്തോ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല. ഇത് കാണുന്നതിന് ഡോക്ടർ പറയും കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ഡൗട്ടാണ് എന്ന്. അതേസമയം തന്നെ നമ്മുടെ ഹീറോ അവിടോട്ട് വരും. അവനാണെങ്കിൽ വന്നിട്ട് ഇതറിയുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആവും. അവൻ അവളുടെ കൈ പിടിച്ചിട്ട് പറയും മക്കളെ എന്നോട് ക്ഷമിക്കണം, ഞാനാണ് ഇവിടെ തെറ്റുകാരെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങും. അതേസമയം തന്നെ നമ്മുടെ ഡോക്ടർ നോക്കിയിട്ട് പറയും ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് എന്ന്. ഇത് കേൾക്കുന്നതും രണ്ടുപേരും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവിടെ നമ്മുടെ ഹീറോയുടെ വോയിസ് ഓവർ കേൾക്കാം. അവൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഈ ലോകത്തില് എന്തിനോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തേണ്ടതായിട്ട് വരും. പേരൻസ് ആയി കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ഏറ്റവും വലുത് എന്ന്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.